വന്നിരിക്കുന്നത് രേണുസുധീന്റെ പേര് മാറ്റി. നിങ്ങൾ അറിഞ്ഞോ? പേര് മാറ്റിയിട്ട് രേഷ്മ പി തങ്കച്ചൻ എന്നാക്കി മക്കളെ. അറിഞ്ഞോ? സത്യം പറഞ്ഞാൽ ഉള്ളിന്റെ ഒരുപാട് വലിയൊരു താങ്ക്സ് ആണ്. കാരണം എന്നെ ചേർത്ത് പിടിക്കാൻ ഇത്രയും പേരുണ്ടല്ലോ, അത് ഭയങ്കര. ആരൊക്കെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റിയ മുഖങ്ങൾ? എന്റെ വീട്ടുകാര്, കരീഷ്മ. കണ്ണീരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, സന്തോഷം കൊണ്ട് കേട്ടോ, സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ണീരൊക്കെ വന്നുകൊണ്ടിരിക്കുക. കാര്യം എന്നെ ഇത്രയും പേര് ഇങ്ങനെ ചേർത്ത് പിടിക്കാനുണ്ടല്ലോ, അത് ഓർത്തിട്ട് എനിക്കൊരു സമാധാനം ഇല്ല. ആരൊക്കെയാണ് രേണുവിനെ ചേർത്ത് പിടിക്കുന്നത്? അത് എന്റെ വീട്ടുകാര്, എന്റെ അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ എന്റെ ചേച്ചി കരീഷ്മ, ഇതൊക്കെയാണ്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രേണുസുധിയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ രേണുസുധിയുടെ ഡബിൾ സ്റ്റാൻഡ്, അതുപോലെ തന്നെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഞാൻ ഇവിടെ നിരത്തുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ എല്ലാവരും ഫുള്ള് കാണണം. അപ്പൊ എല്ലാവരും മുമ്പ് പറഞ്ഞിരുന്നത് ഈ രേണുസുധിക്ക് ഇനാഗുറേഷൻ പുറത്തൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നല്ല കുറെ സ്ഥലത്തൊക്കെ ഇനാഗുറേഷന് പോയിട്ട് വരുമ്പോഴത്തേക്കും രേണുസുധി നല്ല സ്റ്റാൻഡേർഡിലായിരിക്കും വരുന്നതെന്ന്. മീഡിയാസിന്റെ മുന്നിലൊന്നും വിവരക്കേട് വിളിച്ച് വിളമ്പത്തില്ലെന്നൊക്കെ ആയിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഏതൊരു കവി പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് 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 ഞാനിങ്ങനെ തന്നെ, ആ ഒരു സെറ്റപ്പാണ്. എന്തായാലും രേണുസുധി എത്രയൊക്കെ വിദേശത്ത് പോയി ഉദ്ഘാടനം ചെയ്തിട്ട് തിരിച്ചു വന്നാലും പഴയ രേഷ്മ പി തങ്കച്ചൻ തന്നെ ആയിരിക്കും, അല്ലാണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മീഡിയക്കാരെല്ലാരും ചോദിക്കും, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് വളച്ചൊടിച്ച ഒരു വിവരക്കേട് ആൻസർ ഒക്കെ ആയിരിക്കും പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ രേണുവിനെ കുറിച്ച് പലർക്കും മുമ്പൊരു ധാരണയുണ്ടായിരുന്നു, ഈ ഒന്നും സംസാരിക്കാനൊന്നും അറിയത്തില്ല, ആൾക്കാരുടെ മുന്നിൽ എന്താ സംസാരിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. കാരണം തീരെ ഇതായിട്ട് വന്നതല്ലേ, അധികം ക്യാമറയുടെ മുന്നിലൊന്നും ഇതാകാതെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ഇച്ചിരി വലിയ ലെവലിലായി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി സംസാരിക്കുന്ന രീതി ശരിയല്ല. അപ്പൊ ഈ വിദേശത്തും അവിടെ ഇവിടേക്കും ഇനാഗുറേഷനും ആൽബം ഷൂട്ടിനും അതിനും ഇതിനൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും പുള്ളിക്കാരി ആകെ മാറി മറിഞ്ഞ് നല്ല രീതിയിൽ സംസാരിക്കും എന്നൊക്കെയായിരുന്നു ആൾക്കാരുടെ ഒരു ധാരണ. പക്ഷെ രേണുവിനെ ഈ വിവരക്കേട് വിളിച്ചു പറയുന്നതിൽ യാതൊരുവിധ മാറ്റവും ഇല്ലെന്ന് വേണം പറയാൻ. 2-3 വർഷമായി ഇതിന്റെ പുറകെ ഇങ്ങനെ പുള്ളിക്കാരി നടക്കുന്നുണ്ട്, പക്ഷെ യാതൊരുവിധ മാറ്റവും ഇല്ല. പഴയ പോലെ തന്നെ വിവരക്കേടാണ് വിളിച്ചു പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ട കുറെ നാൾക്ക് മുമ്പ് രേണുസുധി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ പ്രൊഫൈൽ നെയിമും യൂസർ നെയിമും എല്ലാം രേണുസുധി എന്ന് തന്നെ ആയിരുന്നു. അതൊന്നും മാറ്റിയിട്ടും ഇല്ലായിരുന്നു, ഒന്നുമില്ല. ഇതൊരു ബ്ലൂ ഷർട്ട് ഇട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന സുധിച്ചേട്ടന്റെ ഫോട്ടോ ആയിരുന്നു കൊടുത്തിരുന്നത്. അങ്ങനെ യൂട്യൂബേഴ്സ് ഒക്കെ ഒരേ ശബ്ദത്തിൽ പറഞ്ഞു രേണു ആ പ്രൊഫൈൽ പിക്ചർ മാറ്റണം എന്നൊക്കെ. അത് പിന്നെ ലാസ്റ്റ് ആ പ്രൊഫൈൽ പിക്ചർ മാറ്റി. പക്ഷെ യൂട്യൂബേഴ്സ് പറഞ്ഞത് കൊണ്ടൊന്നുമല്ല, ബ്ലൂടിക്ക് വീഴാനാണെന്നാണ് പുള്ളിക്കാരി ന്യായീകരിച്ചത്. അങ്ങനെ ലാസ്റ്റ് എല്ലാരും ചോദിച്ച ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് രേണു ചേച്ചി ഈ പ്രൊഫൈൽ മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ, എനിക്ക് ബ്ലൂടിക്ക് സെലിബ്രിറ്റി അല്ലേ ഞാൻ, അപ്പൊ അതുകൊണ്ട് ബ്ലൂടിക്ക് വരാനായിട്ടാണ് ഞാൻ മാറ്റിയതെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടും ബ്ലൂടിക്കൊന്നും വന്നില്ല കേട്ടോ. പിന്നെ ഈ സുധിച്ചേട്ടന്റെ മാറ്റി പുള്ളിക്കാരിയുടെ ഇട്ട് നോക്കി, എന്നിട്ട് 1 മാസം വെയിറ്റ് ചെയ്തിട്ടും ബ്ലൂടിക്ക് വന്നിട്ടില്ല. അപ്പൊ എന്തായാലും ബ്ലൂടിക്ക് വന്നിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായി ബ്ലൂടിക്ക് എന്തായാലും വന്നിട്ടുള്ളത്. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധിയുടെ പേരങ്ങ് മാറ്റിക്കളഞ്ഞു കേട്ടോ. ഇപ്പൊ വേറൊരു പേരാണ് വന്നിരിക്കുന്നത്, രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്നത്. അങ്ങനെ എന്തായാലും ആ ഒരു രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ ആ ഒരു ഇതില് പ്രൊഫൈലില് പുള്ളിക്കാരിയുടെ ഫോട്ടോയും ഈ ഒരു നെയിമുമാണ് വന്നിരിക്കുന്നത്. രേണു ചേച്ചി പലതവണ പറഞ്ഞൊരു കാര്യം, സുധി ഈസ് മൈ ഹസ്ബൻഡ്, അതുകൊണ്ട് സുധിച്ചേട്ടന്റെ പേര് ഒരിക്കലും ഞാൻ മാറ്റത്തില്ലെന്ന് പലതവണ ഇന്റർവ്യൂലൊക്കെ വന്ന് പറഞ്ഞതാ. പിന്നെ എന്തിന് പേര് മാറ്റി? പ്രത്യേകിച്ച് പറഞ്ഞാൽ എന്തുവാ, യൂട്യൂബ് കമന്റ് ഓളികളെ, യൂട്യൂബ് നെഗറ്റീവ് ഓളികളെ ഞാൻ ഒരിക്കലും മാറ്റാൻ പോണില്ലടാ എന്റെ പേര് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് രേണുസുധി എന്നുള്ള പേര് മാറ്റി രേഷ്മ പി തങ്കച്ചൻ എന്നാക്കി? എന്തുകൊണ്ട് പറ. അതിനൊരു ക്ലാരിറ്റി എന്തായാലും രേഷ്മ പി തങ്കച്ചൻ തരേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തായാലും എല്ലാവർക്കും ഉള്ള ഒരു സംശയം തന്നെയാണ്, നമ്മളെ യൂട്യൂബേഴ്സിനെ വിട്, ഈ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾ എന്ന് പറയുന്ന പൊട്ടന്മാരൊന്നും അല്ലല്ലോ. എന്തോ ഒരു സമയം വന്നിട്ട് രേണു പറയും, പിന്നെ സുധിച്ചേട്ടൻ എന്റെ ഹസ്ബൻഡാണ്, ഒരിക്കലും സുധിച്ചേട്ടന്റെ പേര് ഞാൻ മാറ്റത്തില്ല, അങ്ങനെയാണ്, ആനയാണ്, ചേനയാണ്, മാങ്ങയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, നീയൊക്കെ പോയി നിന്റെ പണി നോക്കെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന് പറയുക, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ബ്ലൂടിക്ക് ഇടണമായിരുന്നു, അതുകൊണ്ടാണ് പേര് മാറ്റിയത്. യൂസർ നെയിം രേണുസുധി തന്നെയാണ്, പക്ഷെ പേര് മാറ്റിയിട്ട് രേഷ്മ പി തങ്കച്ചൻ എന്ന് തന്നെ ആക്കിയിട്ട്. അല്ല, പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഭയങ്കര സെലിബ്രിറ്റിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ. എന്നിട്ട് എന്ത് പറ്റി ആ പഴയ ആ കൊച്ചു പേര് സെലക്ട് ചെയ്തത്? എന്തായാലും നമുക്കത് വിട്ടേക്കാം. രേണുസുധി പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. രേണുവിന്റെ മനസ്സ് കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാണെന്ന് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രേണു ഊഞ്ഞാലാടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്കണേ. പിന്നീട് ഓണത്തിനൊന്നും ഊഞ്ഞാലിട്ട് ആടാറില്ല. ഇല്ല, ചാച്ചനോട് പറയണ്ടേ? ചാച്ചനല്ല, തങ്കച്ചൻ പപ്പ.
പപ്പായോട് പറയണം ഇനി ഓണത്തിന് ഊഞ്ഞാലാട്ടാൻ. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് 2 കൺട്രീസ് ആണ് തോന്നുന്നത്. ഏതൊരു ഫിലിമിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ദിലീപ് ഈ പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഫ്ലൂവന്റ് ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്തോ ഇത് ഭയങ്കര ഇതായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തോ ചാച്ചന് എന്താ അങ്ങനെ എന്തോ പറയുമ്പോ പറയാം കോൾ മീ പപ്പ, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അതുപോലെയാണ് രേണുസുധിയുടെ സ്വന്തം തങ്കച്ചൻ പപ്പ. അപ്പൊ എന്തായാലും ഈ രേണുസുധി ഓരോരോ വിവാദങ്ങളിൽ പെടുമ്പോഴും അതിനകത്ത് ഒരു ഭാഗമായി മാറാനുള്ള ആളാണ് ഈ തങ്കച്ചൻ പപ്പ. അപ്പൊ എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ അടുത്ത് പറയുന്നത് പിന്നെ തങ്കച്ചൻ അച്ഛനെ വിളിച്ചിട്ട് ഊഞ്ഞാലട്ടിക്കാന്ന് അങ്ങനെ എന്തോ പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരി പറയുവാണ് എനിക്ക് സ്വന്തം 2 കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഉന്തി ആടിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോമഡി ഡയലോഗ് ഒക്കെ അവിടെ അടിക്കും. രേണു അത് പറയുന്നുണ്ട്, ചാച്ചനല്ല തങ്കച്ചൻ പപ്പ. അത് കേട്ടപ്പോ തന്നെ വീഡിയോക്കാർക്കൊക്കെ ചിരി വരുന്നു, പിന്നെ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് ചിരി വരുന്നു, പിന്നെയാണ് ഈ കാണുന്ന ആൾക്കാർക്ക്. ഈ കമന്റോളികൾ നമ്മളെയൊക്കെ വിളിക്കുമ്പോ ആ മീഡിയക്കാരെയൊക്കെ ചേച്ചി രേണു എന്തുവാ വിളിക്കുന്നത്? എന്തായാലും റിയാക്ഷൻ ചാനലുകാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നെഗറ്റീവ് ഓളികൾ. ഈ മീഡിയക്കാർ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. എന്തായാലും വേറൊരു കാര്യം, ഒരു ഗുഡ് ക്വാളിറ്റി രേണുവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ വലിയ സെലിബ്രിറ്റി ആയിട്ടും ഈ തങ്കച്ചൻ പപ്പായെ വിട്ടിട്ട് യാതൊരുവിധ കളിയും ഇല്ല രേണുവിന്. തങ്കച്ചൻ പപ്പ രേണുവിന്റെ മനസ്സിൽ തന്നെ ഉണ്ട്, അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് വേണം കാണാൻ. അതിന് രേണു വലിയൊരു കൈതടി തന്നെ അർഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും രേണുവിന്റെ ആ വേരിഫിക്കേഷൻ ടിക്കിനെ കുറിച്ച് പറയാം. ഞാൻ ഇവിടെ ഒരു സൈഡിൽ ഒരു പോസ്റ്റ് കൊടുക്കാം. സംഭവം എന്ന് വെച്ചാൽ വേരിഫിക്കേഷൻ കിട്ടിയപ്പോൾ പേരും മാറി, ഇനി രേണുസുധി അല്ല രേഷ്മ. ഇത് ആൾക്കാരെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു മാറ്റം തന്നെയായിരുന്നു ഈ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന പേര് വന്നത്. കാര്യം എന്താ വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷയിൽ എത്ര പെട്ടെന്ന് മാറ്റുമെന്ന്. എന്തായാലും പേര് മാറിയിട്ടുണ്ട്. കുറെ ആൾക്കാരും ഞെട്ടി കേട്ടോ പേര് മാറ്റിയപ്പോ, ചില ആൾക്കാരൊന്നും ഞെട്ടിയുമില്ല. എന്തായാലും ഇതിൽ നിന്ന് ആൾക്കാർക്കൊക്കെ ഈ രേണുവിന്റെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. 2 വള്ളത്തിൽ കാലി ചവിട്ടുന്ന ആ സ്വഭാവം മനസ്സിലായോ? എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഞാൻ മരിക്കുന്നത് വരെ സുധിച്ചേട്ടന്റെ പേര് അവിടെ തന്നെ കാണും, സുധിച്ചേട്ടന്റെ പേര് മാറ്റത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ പൊന്നളി എന്തൊക്കെയായിരുന്നു രേണുസുധി പറഞ്ഞിരുന്നത്. അപ്പൊ എന്തായാലും ഇതൊക്കെ പോട്ടെ. രേണുവിന്റെ മറ്റേ ഒരു സ്ക്രീൻഷോട്ട് വന്നായിരുന്നല്ലോ, കിച്ചുവിന് ക്യാഷ് അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ട്, അത് വന്നപ്പോഴും പറഞ്ഞു റിയാക്ഷൻ ചാനൽസ് ഒക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ സ്ലിപ്പ് എടുത്ത് പുറത്തിട്ടത്, അല്ലെങ്കിൽ ഇത് കാണിക്കത്തില്ലായിരുന്നൊക്കെ അന്ന് വരെ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നാഴികയ്ക്ക് 40 വട്ടം രേണുസുധി വന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും ഈ റിയാക്ഷൻ ചാനലോ ഒന്നും കാണാൻ പോകാറില്ല, ഞാൻ അവരുടെ ഒന്നും കാണത്തു പോലും ഇല്ല, എനിക്ക് അതിനുള്ള സമയമില്ല, എനിക്ക് കൂട്ടുകാരികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് അയച്ചു തരുന്നത് മാത്രമാണ് ഞാൻ കാണാറുള്ളത്, അല്ലെങ്കിൽ ഞാൻ അത് കാണാറില്ലെന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ ആൾ എങ്ങനെയാണെന്നറിയാവോ? ഈ റിയാക്ഷൻ ചാനലുകാരുടെ എല്ലാവരെയും വീഡിയോ അരിച്ചു വിറക്കി പിന്നെ കണ്ടിട്ട് ലാസ്റ്റ് അവർക്കെതിരെ മറുപടിയുമായിട്ട് വീഡിയോസ് ഇടലാണ് പരിപാടി. അതിനൊരു ക്ലാരിറ്റി വേണം കേട്ടോ. ചേച്ചി വീഡിയോ എടുക്കാൻ വേണ്ടി സുരേഷ് എനിക്ക് പേടിയാ കേട്ടോ. എന്തുവാടേ നല്ല രസമുണ്ടല്ലോ, നിന്റെ കാല് പൊങ്ങുന്നില്ലല്ലോ അങ്ങനെ. അപ്പൊ എന്തായാലും പുള്ളിക്കാരി തിരിച്ച് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് അറിയാം അവർക്കും കൂടെ തെറിവിളി കേൾക്കും. കാര്യം അപ്പുറത്തെ തെരുവിൽ ആരാ നിൽക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി കേൾക്കും എന്നുള്ള കാര്യം. എന്താ ഇങ്ങനത്തെ കോപ്രായത്തിനൊക്കെ കൂട്ടുനിന്ന് കഴിഞ്ഞാൽ പൂര തെറിയായിരിക്കും കിട്ടുന്നത്, അതുകൊണ്ടാണ് കാണിക്കാത്ത മനഃപൂർവ്വം. എന്തായാലും നിങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഞാൻ എന്തായാലും ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അതിനകത്ത് രേണു ഒരു പേര് പറയുന്നുണ്ട്, ഏതൊരു സുരേഷ് ഏട്ടൻ എന്ന്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോരോ വീഡിയോസിൽ വരുമ്പോഴും ഓരോരോ ചേട്ടന്മാരുടെ പുതിയ പേരുകൾ റിലീസ് ആയിക്കൊണ്ടിരിക്കും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 3-4 ചേട്ടന്മാര് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ രേണുവിന് എന്തോരം ഏട്ടായിമാരാണെന്ന് അറിയുള്ളത്. അത് കാവലായിട്ട് കേട്ടോ, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ചേട്ടന്മാരൊക്കെ കൂടെ നിൽക്കുന്നത്. ഈ ചേട്ടന്മാരെ എല്ലാം നല്ല രീതിയിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് കമന്റ് ഒക്കെ ഡിവൈഡ് ചെയ്തെടുക്കാമല്ലോ. ചേച്ചിക്ക് ഒറ്റക്ക് നേരിടാൻ പറ്റത്തില്ല, അപ്പൊ അതുകൊണ്ട് ഈ ഡിവൈഡ് ചെയ്ത് അവർക്കും കൂടെ കുറച്ച് കിട്ടുമല്ലോ, അതുകൊണ്ട് അവരെയും കൂടെ കാണിക്കുക, അതല്ല നല്ലത്. എന്തായാലും നമുക്ക് ഈ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡാൻസ് കണ്ടാലോ? എന്തൊരു സ്റ്റെപ്പൊക്കെയാണ് ഈ കാണിക്കുന്നതെന്ന് നോക്കുന്നത്. എന്ത് സ്റ്റെപ്പാണ്, പുതിയ വെറൈറ്റി സ്റ്റെപ്പാണ്. ഇപ്പൊ കഴിഞ്ഞ മറ്റേ ഇവര് ഇവിടെ ഓരോ ഡാൻസുകൾ പുറത്തൊക്കെ പോയി കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനൊക്കെ എല്ലാരും പറഞ്ഞു ഒരേ സ്റ്റെപ്പാണ് ഈ രേണുവിന് ഉള്ളതെന്ന്. എല്ലാം ഒരു സ്റ്റെപ്പ് തന്നെയാണല്ലോ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു 100 സ്റ്റേജിലല്ലേ ഈ കയറിക്കൊണ്ടിരിക്കുന്നത്, അവിടെയൊക്കെ ഒരേ സ്റ്റെപ്പല്ലേ കളിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പുതിയ കളിക്കാനുള്ള സമയവും ഇല്ല. ഏതെങ്കിലുമൊക്കെ പാട്ട് മാറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ഈ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റെപ്പുകളെങ്കിലും മാറ്റണ്ടേ, ഇത് അതുപോലും ഇല്ല. ഇങ്ങനെ എല്ലാ സ്റ്റെപ്പും ഒന്നിച്ചങ്ങ് കളിച്ച്. ഇപ്പൊ പുതിയ സ്റ്റെപ്പ് കണ്ടില്ലേ, ഇത് ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. പുതിയ സ്റ്റെപ്പാണ്, അതുണ്ട് കേട്ടോ, എല്ലാത്തിലും ഉള്ള സ്റ്റെപ്പാണ്. ഇതൊരു പുതിയ സ്റ്റെപ്പാണ്, പുതിയ കണ്ടു. ചിലപ്പോ ഈ ഡാൻസ് വൈറലാവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ഈ റിയാക്ഷൻ ചാനലുകാരുടെ ഓരോ വീഡിയോ ചെയ്യാൻ വേണ്ടി എന്തോരം വീഡിയോ കാണണമെന്ന് അറിയാം. എന്റെ പൊന്നളിയെ സമ്മതിക്കണം ഞങ്ങളെയൊക്കെ. അതും വിവരക്കേട് വിളമ്പുന്ന വീഡിയോസ്. സത്യം പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് വലിയൊരു താങ്ക്സ് ആണ്. കാരണം
എന്നെ ചേർത്ത് പിടിക്കാൻ ഇത്രയും പേരുണ്ടല്ലോ, അത് ഭയങ്കര. ആരൊക്കെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റിയ മുഖങ്ങൾ? എന്റെ വീട്ടുകാര്, കരീഷ്മ, അതുപോലെ എനിക്ക് നല്ല ബ്ലോഗേഴ്സ്. കണ്ട പുള്ളിക്കാരി പറയുന്നുണ്ട്, ഇത്രത്തോളം എന്നെ ജനങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. ആരൊക്കെയാ? ആകെ വീട്ടുകാരും ഉണ്ട്, പിന്നെ കരീഷ്മ എന്ന് പറയുന്ന ഒരു ആരോ ഉണ്ട്, അത്രേ ഉള്ളു. കൂടി പോയാൽ 10 പേര് ചേർത്ത് പിടിക്കുന്നുണ്ടാവും. അല്ല, അങ്ങനെ കേൾക്കുമ്പോ എന്നെ ചേർത്ത് പിടിക്കാൻ ഇത്രയും ആൾക്കാരുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും. എങ്ങനെയുണ്ട് ചേച്ചി? എങ്ങനെയുണ്ട് ഗെയിം? എങ്ങനെയുണ്ട് ഇത്? ഇല്ലല്ല, ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ഇറങ്ങിയില്ലെങ്കിൽ ഇത് ഏതാ മുദ്ര? ഏതാ മുദ്ര? ഇല്ലല്ല. ഓക്കെ, എന്തുവാ സത്യം പറഞ്ഞാൽ കാണിച്ചു കൂട്ടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സീരിയസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, പക്ഷേ ഇതൊക്കെ സീരിയസ് ആയിട്ട് കാണാനും പറ്റാത്ത കേസാണ്. ഇതൊക്കെ പുച്ഛിച്ച് തള്ളാണ്ട കേസുകളാണ്. ഇതൊന്നും വേറെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ രേണു പറഞ്ഞ ഒരു കാര്യമാണ്, ഞാനങ്ങ് ടോപ്പിലാണ്, ഞാനങ്ങ് മുകളിലാണ്, ഈ പ്രമോഷൻ, ഇനാഗുറേഷൻ അതിനും ഇതിനൊക്കെ പോയിട്ട് ഞാനങ്ങ് ഉയരത്തിൽ നിൽക്കുവാണെന്ന്. ഈ ചേച്ചി ഉയരത്തിലാണെങ്കിലും രേണുവിന്റെ ബുദ്ധി ഉണ്ടല്ലോ, ഈ പഞ്ചായത്ത് ഗേറ്റിന് മുന്നിൽ പോലും വന്നിട്ടില്ല. എന്തോ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ വെറും നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. വേറൊരു കാര്യം കൂടെ പ്രത്യേകം എടുത്തു പറയാനുള്ള, ഈ നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊക്കെ കുറച്ചുകൂടെ ഒരു മാന്യതയുണ്ട്. അതിലും കടന്നു പോയിട്ടുണ്ട് ഈ സംഭവം എന്ന് പറയുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ ആൽബത്തിലൊക്കെ അഭിനയിച്ച ആവശ്യത്തിന് കൂടുതൽ പിന്നെ നെഗറ്റീവ് വാരി കൂട്ടുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഓരോ റീൽസ് ഒക്കെ. ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന മീഡിയക്കാരുണ്ടല്ലോ, അവരെ സമ്മതിച്ചു കൊടുക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പിന്നെ പുറം രാജ്യത്ത് പോയിട്ട്, പിന്നെ എവിടെയായിരുന്നു, റാസൽ കൈമയിലായിരുന്നു തോന്നുന്നത്, എവിടെയൊക്കെയോ പോയിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്, എനിക്ക് ഋതുപ്പനെ കാണാതിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് പിള്ളേരെ കാണാതിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ ബിഗ് ബോസിൽ ചെന്നപ്പോഴും പറഞ്ഞു, എനിക്ക് പിള്ളേരെ കാണാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പിള്ളേരെ അടുത്ത് നിൽക്കുന്നുണ്ട് പുള്ളിക്കാരി. ഇവിടെ വന്നപ്പോ ഋതപ്പനെയും വേണ്ട, പിള്ളേരെയും വേണ്ട, ആരെയും വേണ്ട, വീട്ടുകാരെയും വേണ്ട, ആരെയും വേണ്ട, പുള്ളിക്കാരി ഇങ്ങനെ മറന്നു കിടക്കും. എന്തായാലും രേണുവിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ തല്ലണ്ട അമ്മാവാ, എന്താണ് ഞാനൊന്നും നേരെ ആവാൻ പോകുന്നില്ല എന്നുള്ളൊരു മൈൻഡാണ്. എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.